അടുത്ത ദിവസം എന്റെ മോളൊരു സമ്പാദ്യശീലം കുടുക്ക നിറയ്ക്കാനായിട്ട് കുടുക്ക മേടിച്ചു നിറയുന്നതിന് ഇപ്പുറം പൊട്ടിച്ചെടുത്തു. അപ്പൊ എനിക്കൊരു വാശി, രണ്ടുപേരും ഒരുപോലെ കുടുക്ക നിറയ്ക്കാന്ന്. ശാലു എങ്ങനെ കുടുക്ക നിറയ്ക്കാൻ ഉദ്ദേശിക്കുന്നേ? എങ്ങനെയാ കുടുക്ക നിറയ്ക്കുന്നേ? ഭർത്താവിന്റെ പോക്കറ്റ് അടിച്ചു മാറ്റി ഈ കുടുക്ക നിറയ്ക്കുന്നാണ് പറയുന്നത്. കാരണം വേറെ പ്രത്യേകിച്ച് ജോലിയില്ല മോക്ക്, അതുകൊണ്ടാട്ടോ. അപ്പൊ ഞാന് ഈ കുടുക്ക നിറയ്ക്കും. എനിക്ക് ചെറിയൊരു ജോലിയൊക്കെ ഉണ്ട്, തയ്യലുണ്ട്, കൃഷിയുണ്ട്, പിന്നെ സിനിമ ഫീൽഡിൽ പോകുന്നുണ്ട് അത്യാവശ്യം. അപ്പൊ അങ്ങനെ പല പദ്ധതിയും ചെയ്യുന്നുണ്ട്. അപ്പൊ മോളെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പൊ ഭർത്താവിന്റെ പോക്കറ്റെങ്കിൽ പോക്കറ്റ് അടിച്ചു മാറ്റുക. അപ്പൊ രണ്ടുപേരും കൂടി നിറക്കാൻ പോണ ഗൈസ്. ആരാണ് ആദ്യം നിറക്കണമെന്ന്? അടുത്തത് ശരി കൊണ്ടുപോക്കോ. ചുമ്മാ രസം. എനിക്ക് ചെറുപ്പം തൊട്ടേ സമ്പാദ്യശീലം ഉണ്ടായിരുന്നു ഗൈസ്. ചെറുപ്പത്തിലേ ഈ സമ്പാദ്യശീലം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ കുഞ്ഞിലെ ഞാൻ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് പാദത്തിലിടാൻ ഭയങ്കര കൊതിയായിരുന്നു. അപ്പൊ ഞാൻ എന്ത് കാണിക്കുന്നറിയാവോ? ഞാൻ ഈ ചാക്കുനൂലിനകത്ത് ഈ ചെറിയ ഈ കുറഞ്ഞ സൈസ് വെള്ളിയുടെ മണി കെട്ടിട്ട് കാലായിട്ട് കിലുക്കി നടക്കുമായിരുന്നു. അപ്പൊ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അവിടെ ഒരു കാളിയമ്മ ചേച്ചിയുടെ കടയുണ്ട്. അവിടെ ഈ മിഠായി, ഈ എന്താ പറയാ, ഈ ഇങ്ങനെ പ്രാഷൻ പൂട്ട്, അതുപോലെ കമ്പിളി നാരങ്ങ, ചാമ്പങ്ങ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്നൊരു കടയാണ്, കല്ല് മിഠായിയൊക്കെ. അപ്പൊ ആ മിഠായി മേടിക്കാണ്ട് വീട്ടിൽ നിന്ന് 25 പൈസ 50 പൈസക്ക് തന്നിടും. ഞാൻ എന്നെ കാണിക്കുന്ന പറയാം, മിഠായി മേടിക്കില്ല. ഞാൻ അവിടെ ഒരു കളമുണ്ട്, ഈ കളം കുത്തും. അപ്പൊ ഒരു കളം 50 പൈസയുടെ കുത്തുവാണെങ്കിൽ 50 രൂപ അതറിയുമ്പോൾ, 1 രൂപയുടെ ഇടുവാണെങ്കിൽ 100 രൂപ. അങ്ങനെ ഞാൻ കളം കുത്തി 150 രൂപ ഉണ്ടാക്കിയിട്ട് അമ്മയുടെ കൊടുത്ത് 150 രൂപയ്ക്ക് എനിക്ക് വെള്ളി പാദസരം ഞാൻ ആദ്യമായിട്ട് മേടിച്ചത്. ഞാൻ ആദ്യമായിട്ട് സമ്പാദ്യശീലം, എനിക്കൊരു സ്വർണ്ണമായാലും വെള്ളിയായാലും മേടിക്കുന്ന ഞാൻ സമ്പാദിച്ച പൈസയാണ്. അന്ന് തൊട്ടുള്ള ശീലമാണ് സമ്പാദ്യശീലം. പക്ഷെ ഇതൊരു രസം. മോള് വാശിക്ക് അവിടെ 100 രൂപ ഇട്ട് കേട്ടോ. ഞാൻ കണ്ടേ, ഞാന് കുറച്ച് പൈസ ഇരിപ്പുണ്ട്, ഒക്കെ ഇട്ട് നിറച്ച് വെക്കാം. എന്നാൽ ഞാൻ ഈ കുടുക്ക കംപ്ലീറ്റ് നിറഞ്ഞതിന് ശേഷമേ ഞാൻ പൊട്ടിക്കത്തുള്ളൂ. ചേട്ടാ.